എല്ലാവർക്കും നമസ്കാരം. ഇത് ശരിക്കും തീരെ അപ്രതീക്ഷിതമായ ഒരു അനുഭവമാണ്. എനിക്ക് ആദ്യമായിട്ടുണ്ടായ അനുഭവമാണ് ഇത്. ഞാൻ ലോകത്തിലെ പല രാജ്യങ്ങളിലും സമുദ്രം തീരങ്ങളായുള്ള ഒരുമാതിരി മിക്ക രാജ്യങ്ങളിലും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെ മീറ്റിങ്ങിന് കൂടിയിട്ടുണ്ട്. കേരളത്തിലും ഇന്ത്യയിലും പല ഭാഗത്തും വന്നിട്ടുണ്ട്. യുനെസ്കോയിൽ ഞാൻ കാനഡയുടെ ഹെഡ് ഓഫ് ദ ഡെലിഗേഷനായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് കേരള നിയമസഭയുടെ ഇങ്ങനൊരു പരിസരത്തിൽ എനിക്ക് നിൽക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത്. അതിന് ഈശ്വരനോട് നന്ദി പറയുന്നു. അതിന് കാരണക്കാരിയായ സമതയുടെ പ്രൊഫസർ ഉഷാകുമാരിയോട് പ്രത്യേക നന്ദിയുണ്ട്. എന്നെ നിർത്താതെ പ്രോത്സാഹിപ്പിച്ച് ഇങ്ങനെ പുസ്തകം എഴുതൂ എന്ന് നിർബന്ധിച്ച എൻ്റെ ഏട്ടൻ്റെ മരുമകള് നന്ദിനി അവിടെ ഇരിക്കുന്നുണ്ട്. നന്ദിനിയുടെ സഹായം കൊണ്ടാണ് ഈ പുസ്തകം ഇങ്ങനെ പൂരിപ്പിക്കാൻ കഴിഞ്ഞത്. നിർഭാഗ്യവശാൽ എന്നെ ഞാനാക്കിയ പലരും ഇന്ന് ഈ ലോകത്തിലില്ല. അതുപോലെ തന്നെ ഞാൻ ജനിച്ചു വളർന്നത് തൃശ്ശൂര് ഒരു ചെറിയ ഗ്രാമത്തിലാണ്. അവിടുന്ന് ആർക്കും ഈ പ്രകാശനത്തിന് ഇങ്ങോട്ട് വരാൻ സാധിച്ചില്ല. ഇത്ര ദൂരമുണ്ട്. പിന്നെ പലർക്കും സാമ്പത്തികം ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. എങ്കിലും അവരെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ 4-5 പേരുണ്ട്. ആദ്യമായിട്ട് പറയട്ടെ, എൻ്റെ വല്യച്ഛൻ്റെ മകള് ഇവിടെ സംസ്കൃത അധ്യാപികയായുള്ള നളിനി മകളുമുണ്ട്. പിന്നെ എൻ്റെ ഏട്ടൻ്റെ മകനായിട്ട് സജീവ് ഇവിടെയുണ്ട്. പിന്നെ നന്ദിനിയുണ്ട്. അവരുടെ കൊച്ചുമകൻ വളരെ കൊച്ചുമകനാണ്. അവനിത് കാണാനുള്ള സന്ദർഭം ലഭിച്ചു. അവനിതിന്ന് എന്തെങ്കിലും പഠിക്കുന്നു വിചാരിക്കുന്നു. അങ്ങനെ കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഏതായാലും ഇതൊരു പരമ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എൻ്റെ പുസ്തകം എൻ്റെ ഓർമ്മകളാണ്. പല രംഗങ്ങളിലും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് എൻ്റെ കാഴ്ചപ്പാടിൽ കൂടി ആണ് ഞാൻ വിവരിക്കുന്നത്. ഒരു കൊച്ചുകുട്ടിയായിട്ട് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു ഗ്രാമീണ കന്യകയുടെ അനുഭവങ്ങൾ, പിന്നെ കോളേജ് വിദ്യാഭ്യാസം തുടങ്ങിയപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരിക, അതുപോലെ പല പ്രശ്നങ്ങളും ഒരു പെൺകുട്ടിയായാലും ഉണ്ടാവും. അതിനെയൊക്കെ ഞാൻ എങ്ങനെയാണ് ഫേസ് ചെയ്തത് എന്നുള്ള അനുഭവങ്ങൾ. അമേരിക്കയിലേക്ക് പോകാനുള്ള സന്ദർഭം കിട്ടി. ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഞാൻ പോയത്. അവിടെ ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു, അവിടുന്ന് എങ്ങനെ ഡിഗ്രി കിട്ടി, ആ അനുഭവങ്ങളുണ്ട്. പിന്നെ കാനഡയിലേക്ക് മാറിയിട്ട് അവിടെ എങ്ങനെ ഒരു കുടുംബവും കരിയറും എങ്ങനെ ലൈഫ് വർക്ക് ബാലൻസ് എന്ന് പറയും ഇംഗ്ലീഷിൽ, അതെങ്ങനെ ചെയ്യാൻ സാധിച്ചു, അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ നേട്ടങ്ങളും എഴുതിയിട്ടുണ്ട്. പിന്നെ ലോകത്തിൽ കാനഡയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് കാനഡയുടെ പ്രതിനിധിയായിട്ട് പല രാജ്യങ്ങളിലും സന്ദർശിച്ചിട്ടുണ്ട്. മീറ്റിങ്ങുകൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലോകത്തിലുള്ള ഒരുപാട് ശാസ്ത്രജ്ഞരെയും അതുപോലെ വേറെ വേദിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഒരു ഭാഗ്യമാണ്. ഞാൻ തികച്ചും അതിന് പലരോടും കൃതജ്ഞത പറയാറുണ്ട്. അവരിൽ നിന്നൊക്കെ പഠിച്ചൊരു പ്രധാന പാഠമുണ്ട്. അതായത് മനുഷ്യരെല്ലാവരും തുല്യരാണ്. എന്ത് നിറമായാലും ഏത് രാജ്യത്തെയായാലും ഏത് സ്ഥാനത്തിരിക്കുന്നവരായാലും നമ്മളൊക്കെ തുല്യരാണ്. നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായാൽ ഒരാൾക്ക് വാതിൽ തുറന്നു കൊടുക്കണം. ഇപ്പം നല്ല പഠിപ്പുള്ള ഒരു കുട്ടിയാണെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മൾ വാതിൽ തുറന്നു കൊടുക്കുക. എന്നാൽ അത് ഉയർന്നു വരും. എനിക്ക് ഒരു ഇൻഫ്ലുവൻസും ഉണ്ടായില്ല. ഓരോരുത്തർ എന്നെ കണ്ട് എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് തന്നു. അങ്ങനെ ഉയർന്നു വന്നതാണ് ഞാൻ. എൻ്റെ ഒരു ഭാഗ്യമാണ്. പിന്നെ അതുപോലെ നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ ഒരു കാര്യം പറയും. ഞാൻ പഠിച്ച വേറൊരു പാഠമാണ് പറയുന്നത്. കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ പറയാറുണ്ട്, ഒരു ദമ്പതികൾക്ക് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ടെന്ന് വിചാരിക്കും. ഒരാളെ പഠിപ്പിക്കാനുള്ള കാശേ ഉള്ളൂ, നിങ്ങൾ ആരെ പഠിപ്പിക്കും? ഞാൻ പലരോടും ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പലപ്പോഴും മറുപടി കിട്ടുക ആൺകുട്ടിയെ, നമ്മൾ വയസ്സായാൽ നോക്കാൻ ആൺകുട്ടിയല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ അച്ഛൻ പറയാറുണ്ട് പെൺകുട്ടിയെ എന്ന്. കാരണം പെൺകുട്ടികൾക്ക് പഠിപ്പുണ്ടായാൽ പിന്നത്തെ ജനറേഷൻ പഠിപ്പുണ്ടാവും. അതുപോലെ കുടുംബം നോക്കാനുള്ള കഴിവുണ്ടാവും. അതുകൊണ്ട് പെൺകുട്ടികളെ എങ്ങനെയായാലും പഠിപ്പിക്കണം. അതായിരുന്നു അച്ഛൻ്റെ അതുപോലെ അച്ഛൻ എന്നെ എന്നും പ്രോത്സാഹിച്ചിട്ടേ ഉള്ളൂ.
20 വയസ്സായപ്പോൾ എന്നെ ഒറ്റയ്ക്ക് ബാംഗ്ലൂർക്ക് പറഞ്ഞയച്ചു. 22 വയസ്സിൽ ഞാൻ ഒറ്റയ്ക്ക് വിമാനത്തിൽ അമേരിക്കയിലേക്ക് പോയി. കല്യാണം കഴിഞ്ഞിട്ടില്ല. അതൊക്കെ സമ്മതിച്ചുകൊണ്ട് അച്ഛനായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു ലെസനാണ്. നമ്മളെല്ലാവരും ഇവിടെയുള്ളവർക്ക് പലർക്കും പെൺകുട്ടികളുണ്ടാവും, ആൺകുട്ടികളെ ഒരുപോലെ പ്രോത്സാഹിപ്പിക്കണം, പക്ഷെ പെൺകുട്ടികൾക്ക് അതുപോലെ വേണമെന്ന് മാത്രം. അതുകൊണ്ടാണ് സമത എന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ എനിക്ക് നോന്ന് പറയാൻ പറ്റിയില്ല എഴുതാനായിട്ട്. ഞാൻ ഇതുവരെ ഒരു പുസ്തകം എഴുതിയിട്ടില്ല. ഒരുപാട് റിപ്പോർട്ടുകൾ എഴുതിയിട്ടുണ്ട്, പബ്ലിക്കേഷൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു പുസ്തകം ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല. ആദ്യമായിട്ട് എഴുതിയതാണ് അത്. പിന്നെ ഒന്നുണ്ട്, ഉഷോട് ആർക്കും നോന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു ഇതുണ്ട്. എന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ 2 കൊല്ലം കൊണ്ട് അത് പ്രസിദ്ധീകരിച്ചു. അതിൽ നിന്നുള്ള പാഠം നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഒരാളെ പ്രോത്സാഹിപ്പിക്കാനെന്ന് വെച്ചാൽ ആ വാതിൽ തുറന്നു കൊടുക്കൂ, അവരെ അകത്ത് കടത്തൂ, അവർക്ക് ഉയർച്ചാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കൂ. അങ്ങനെ ആയാൽ നമുക്ക് എല്ലാവർക്കും ഉയർന്നു വരാൻ പറ്റും. എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിൽ പങ്കുകൊള്ളാൻ പറ്റിയത്. നിങ്ങൾക്ക് എല്ലാവരോടും, ഇവിടെ വന്ന് ചേർന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും മറ്റു അതിഥികളും വളരെ വളരെ സന്തോഷമുണ്ട്. പിന്നെ വേറെ ഒന്നും പറയാനില്ല. ഇങ്ങനെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. 2 വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീമതി ഉഷാകുമാരി അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.